ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ ചാനലിൽ ഞാൻ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ലായിട്ടുള്ള ഐപിഎല്ലിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് റെഗുലർ കോൺട്രാസെപ്റ്റീവ് പിൽ, അതായത് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഗർഭനിരോധന പില്ലിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. റെഗുലർ കോൺട്രാസെപ്റ്റീവ് പിൽ. റെഗുലർ കോൺട്രാസെപ്റ്റീവ് പില്ലിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഗർഭനിരോധന പിൽ. ഈ റെഗുലർ കോൺട്രാസെപ്റ്റീവ് പില്ലിൽ മെയിൻ ആയിട്ട് രണ്ട് കണ്ടന്റ് ആണ് വരുന്നത്. അതായത് രണ്ട് ഹോർമോണുകളാണ് ഇതിലുള്ളത്. ഒന്ന് ഈസ്ട്രോജനും ഒന്ന് പ്രൊജസ്ട്രോണും. ഇത് 21 പില്ലുകൾ അടങ്ങിയിട്ടുള്ള ഒരു പാക്കറ്റിലാണ് നമുക്ക് കിട്ടുക. ഇപ്പൊ പലതരത്തിലുള്ള കമ്പനീസിൻ്റെതും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ല് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് വർക്ക് ആവുക, എങ്ങനെയാണ് ഈ പ്രഗ്നന്റ് ആവുന്നത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പില്ല് 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവുലേഷനെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് നമ്മുടെ സെർവിക്കൽ മെംബ്രെയിനെ തിന്നാക്കും. സെർവിക്കൽ മെംബ്രെയിനെ തിന്നാക്കി കഴിഞ്ഞാൽ സ്പേം യൂട്രസിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത് സ്റ്റോപ്പ് ആവാണ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നമ്മുടെ യൂട്രസിനുള്ളിൽ ഒരു ലൈൻ ഉണ്ട്, അതിനെ എൻഡോമെട്രിയം എന്നാണ് പറയുക. ആ ലൈനെ തിന്നാക്കും. ആ ലൈനെ തിന്നാക്കി കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കില്ല. ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് 21 ഗുളികകൾ, 21 ആയിട്ടുള്ള ചെറിയ ചെറിയ പില്ലുകൾ അടങ്ങിയിട്ടുള്ള ഒരു പാക്കറ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ആ പാക്കറ്റിലെ ബാക്കിൽ തന്നെ ഓരോ ദിവസവും എഴുതിയിട്ടുണ്ടാവും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും അത് എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ ഒരുപാട് കമ്പനീസിന്റെ ഈ പില്ല് അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഏതാണ് കഴിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തിയ ശേഷം മാത്രമേ അവരത് പ്രിസ്ക്രൈബ് ചെയ്ത് തരുള്ളൂ. ഇനി ഇതെങ്ങനെയാ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് മാസത്തില് പീരിയഡ്സ് ആവുന്നതിന്റെ 3rd ഡേ തൊട്ടിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. 3rd ഡേ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം. 3rd ഡേ തൊട്ട് 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിക്കണം. പിന്നെ 7 ദിവസം നമുക്ക് ഗ്യാപ്പ് കിട്ടും. അതായത് 21 ദിവസം നമ്മൾ ഈ പില്ല് രാത്രി 1 വെച്ചിട്ട് കഴിക്കണം. പിന്നെ 7 ഡേയ്സ് നമുക്ക് ഗ്യാപ്പ് കിട്ടും. പിന്നെ അടുത്ത പീരിയഡ്സ് ആവുന്നതിന്റെ 3rd ഡേ ആണ് നെക്സ്റ്റ് സൈക്കിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് 21 ഡേയ്സ് ഓൺ, 7 ഡേയ്സ് ഓഫ്, അങ്ങനെയാണ്. ഈ പാക്കറ്റ് നിങ്ങൾ മേടിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഡേയ്സ് ആയിട്ട് അതിന്റെ ആരോ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ തിങ്കളാഴ്ചയാണ് ഇതിന്റെ 3rd ഡേ എങ്കിൽ തിങ്കളാഴ്ച തൊട്ട് ഫസ്റ്റ് ടാബ്ലറ്റ്, അങ്ങനെ തിങ്കൾ, ചൊവ്വ, ബുധൻ, അങ്ങനെ ആരോ മാർക്ക് അതിൽ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ 21 ഡേയ്സ് ഓണും 7 ഡേയ്സ് ഓഫും. ആ 7 ഡേയ്സ് ഓഫിൽ നിങ്ങൾ ഈ ടാബ്ലറ്റ് കഴിക്കേണ്ട, മനസ്സിലായില്ല? 21 പാക്കറ്റ് ആണോ ഉണ്ടാവുക. 7 ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്സിന്റെ 3rd ഡേ, നെക്സ്റ്റ് പീരിയഡ്സിന്റെ 3rd ഡേ തൊട്ട് പുതിയ പാക്കറ്റ് എടുക്കണം. പറഞ്ഞ പോലെ 21 ഡേയ്സിൽ ഇത് വർക്ക് ആവുള്ളൂ. ആ 7 ഡേയ്സിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ല് പോലത്തെ മാർഗങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ടാബ്ലറ്റ് കഴിച്ചിട്ട് 2 മണിക്കൂറിനുള്ളിൽ വോമിറ്റിങ്ങോ ലൂസ് മോഷനോ പോലത്തെ എന്തെങ്കിലും വരുവാണ് എന്നുണ്ടെങ്കിൽ ഈ ഗുളികയുടെ ആക്ഷൻ ഒക്കെ അതിൽ തന്നെ പോകും. 2 മണിക്കൂറിനുള്ളിലാണ് കേട്ടോ. വരുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ടാബ്ലറ്റ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും അസ്വസ്ഥതകൾ നിങ്ങൾക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഈ വിവരമൊന്നും അറിയിക്കണം. മറ്റുള്ള റെഗുലർ കോൺട്രാസെപ്ഷൻ അപേക്ഷിച്ചിട്ട് ഈ റെഗുലർ കോൺട്രാസെപ്റ്റീവ് പില്ലിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ എഫക്റ്റീവ് ആണ്, യൂസ് ചെയ്യാൻ നല്ല കൺവീനിയന്റും ആണ്. ഇനി എങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ള പിൽസുകൾ എടുക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രഗ്നന്റ് ആയിരിക്കുന്നവര്, ഹാർട്ട് ഡിസീസ് ഉള്ളവര്, BP ഉള്ളവര്, ഗോൾഡ് സ്റ്റോൺ ഉള്ളവര്, സ്മോക്ക് ചെയ്യുന്നവര്, ലിവറിന് കംപ്ലൈന്റ് ഉള്ളവര്, ക്യാൻസർ ഉള്ളവര്, ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ്, ഇവരൊന്നും ഈ മെഡിസിൻ, അതായത് ഈ പില്ല് എടുക്കാത്തതാണ് നല്ലത്. ഇനി ചിലർക്ക് ഇത് കഴിച്ചു കഴിയുമ്പം സൈഡ് എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതിൽ മെയിൻ എന്ന് പറയുന്നത് തലവേദനയാണ്. ചിലർക്ക് വൊമിറ്റിംഗ് ഉണ്ടാവും, ചിലർക്ക് ഓക്കാനും വരും, നൗസിയ ഉണ്ടാവും, ചിലർക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, ചിലർക്ക് ബ്രസ്റ്റിന് ഹെവിനെസ്, അതായത് ഒരു കനം വെച്ച പോലെ തോന്നും. ഇതൊക്കെയാണ് ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത്. അത് നോർമലായിട്ട് ഇത് കഴിച്ചു കഴിയുമ്പം ചിലർക്ക് അത് റെഡിയായി വരികയും ചെയ്യും കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ പില്ലിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ഇതാണ് റെഗുലർ കോൺട്രാസെപ്റ്റീവ് പിൽ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ആണ് ഇതിന്റെ 2 ഹോർമോണുകൾ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത്. പീരിയഡ്സിന്റെ 3rd ഡേ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 21 ഡേയ്സ് ഓൺ, 7 ഡേയ്സ് ഓഫ് കൊടുക്കുക. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ട് ആ ഒരു 7 ഡേയ്സ് ഗ്യാപ്പിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ എടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് പാക്കറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിന്റെ 3rd ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് മാത്രമേ, അതങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഈ ടാബ്ലറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇത് എടുക്കാവുള്ളൂ. എങ്ങനെയുള്ളവരാണ് ഇത് എടുക്കാൻ പാടില്ലാത്തതെന്നും എടുത്തു കഴിഞ്ഞാലുള്ള സൈഡ് എഫക്റ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആവശ്യമുള്ളവർക്കൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.